അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ട്രഡീഷൻ, കൾച്ചർ, ലൈഫ് വേൾഡ്, ഇസ്ലാം അഭിമാനമാണ് എന്നതാണ് പ്രതിപാദ്യ വിഷയം. കണക്കുകൾ പ്രകാരം 2070 ആവുമ്പോഴേക്കും ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള മതമായി ഇസ്ലാം മാറുന്നു എന്ന് തെളിയിക്കപ്പെടുകയാണ്. ഏറ്റവും കൂടുതൽ പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്ന മതം യഥാർത്ഥത്തിൽ ഇസ്ലാം തന്നെയാണ്. പുതിയ കാലത്ത് സകല മേഖലകളിലും നിരന്തരമായി പുരോഗമനവാദം ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ലോകത്ത് സകല കരിക്കുലവും വിദ്യാഭ്യാസ സമ്പ്രദായവും കാലത്തിനനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രവും വിശ്വാസശാസ്ത്രവും എവിടെയും മാറ്റം സംഭവിക്കുന്നില്ല എന്നത് പ്രധാനമാണ്. ഖുർആൻ തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ബൈബിളടക്കം ലോകത്ത് സകല മതങ്ങളും നിരന്തരമായി പരിഷ്കരിക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ 14 നൂറ്റാണ്ടുകൾക്കിപ്പുറം ഖുർആനിൻ്റെ ഒരു വാക്കുപോലും മാറ്റിച്ചേർക്കേണ്ടി വന്നിട്ടില്ല എന്നത് തീർച്ചയായും നാം ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇസ്ലാമിൻ്റെ സംസ്കാരം എന്നത് എല്ലാ കാലത്തെയും ഉൾക്കൊള്ളുന്നതാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞത്. ലോകത്തെ ഏറ്റവും വലിയ വികസിത രാജ്യമെന്ന് അവകാശപ്പെടുന്ന അമേരിക്ക പോലും ശക്തമായ സാമ്പത്തിക ആസമത്വം അനുഭവിക്കുന്നുവെന്ന് കണക്കുകൾ തെളിയിക്കുകയാണ്. 60% കറൻസിയും കേവലം 1% ജനങ്ങളിൽ അടങ്ങിയിരിക്കുമ്പോഴാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയം എത്ര മഹോന്നതമാണെന്ന് നാം തിരിച്ചറിയേണ്ടത്. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ ഈ മഹോന്നതമായ ആശയം ലോകത്ത് പല ജീവിത സാഹചര്യങ്ങളിലേക്കും സഞ്ചരിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് യൂറോപ്പിലെല്ലാം പ്രായമായവരെ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മാതാവിൻ്റെ കാൽക്കീഴിലാണ് ഇസ്ലാം സ്വർഗം വെച്ചത്. മാത്രമല്ല, മാതാപിതാക്കളെ പ്രായമാവുമ്പോൾ അവരെ പരിപാലിക്കണമെന്നും സ്നേഹിക്കണമെന്നുമാണ് ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. തീന്മേശകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭക്ഷ്യ സംസ്കാരം ഇന്ന് കേരളത്തിലടക്കം നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ എന്നാണ് ഖുർആൻ നമ്മോട് പറഞ്ഞത്. നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, കുടിച്ചോളൂ, പക്ഷേ ധൂർത്ത് കാണിക്കരുത് എന്ന്. നിങ്ങൾ നിറക്കുന്നതിൽ വെച്ച് ഏറ്റവും മോശമായത് വയറാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1/3 ഭാഗം മാത്രമേ നിറക്കാൻ പാടുള്ളൂ എന്ന് അവിടെ നിന്ന് നമ്മോട് അരുളുമ്പോൾ ഇന്ന് ശാസ്ത്രവും തെളിയിക്കുന്നത് അത് തന്നെയാണ്. സ്ത്രീ സുരക്ഷ ഇന്ന് വലിയ വെല്ലുവിളി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ തന്നെ 1/3 സ്ത്രീകളും ഇന്ന് ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നു എന്ന് കണക്കുകൾ തെളിയിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മേനി പുറത്ത് കാണിക്കരുത് എന്ന് ഖുർആൻ പറയുമ്പോൾ യഥാർത്ഥത്തിൽ മഹ്റമിൻ്റെ കൂടെയല്ലാതെ പുറത്തിറങ്ങരുത് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. സിനിമാ സംഘടനയായ അമ്മ പോലും അതിനെ ന്യായീകരിക്കുന്ന വിധത്തിലാണ് ഈ അടുത്തായി സംസാരിക്കുന്ന രീതി നാം കണ്ടത്. എന്നാൽ നവകാലത്ത് പലപ്പോഴും ഇസ്ലാമിനെ വിമുഖമായി സമൂഹം കാണുന്നത് ഇസ്ലാമിൻ്റെ കടുപ്പമേറിയ നിയമസംഹിതയാണ്. കട്ടവൻ്റെ കൈവെട്ടണമെന്നും പല്ലിന് പല്ല് എന്നും ചെവിക്ക് ചെവി എന്നും ഒരാശയം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ പലപ്പോഴും പുതിയ സമൂഹത്തിൽ പലർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നതാണ് പ്രധാനം. ഇന്ന് സ്ത്രീയുടെ വസ്ത്രധാരണത്തെ പോലും ഇത്ര വിമർശിച്ചു കൊണ്ടിരിക്കുമ്പോഴും പർദ്ദ ധരിക്കുന്ന ഒരു സ്ത്രീ പോലും എനിക്കിതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നതായി നാം കേട്ടിട്ടില്ല. ഇത്രമേൽ വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും ഇസ്ലാമിലെ സമൂഹം പൂർണ്ണമായും ഇതിനെ അംഗീകരിക്കുന്നു എന്നതാണ് പ്രധാനം. അവരുടെ ആരാധനകളിലൂടെ കൃത്യമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതാണ് നാം നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മതത്തിൻ്റെ അകത്ത് കയറി എവിടെയും ഇസ്ലാമിനെതിരെ ഒരു യുക്തിവാദം പറയുന്നതായി നമുക്ക് കേൾക്കാൻ സാധിക്കാത്തതും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.